കണ്ണൂര് ഇന്നലെ ഒരു വയോധികൻ ബോംബ് പൊട്ടി മരിക്കുന്നു. പറമ്പിൽ തേങ്ങ എടുക്കാൻ പോയതാണ്. ഇന്ന് ഇതാ ഞങ്ങൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തിനടുത്ത് കുളത്തൂർ ഒരു മാർക്കറ്റിനടുത്താണ്. ഇവിടെ പ്ലാസ്റ്റിക് ബോംബ് പോലീസ് രാവിലെ കണ്ടെത്തിയിരിക്കുന്നു. മത്സ്യം തുടങ്ങി പച്ചക്കറികൾ വരെ കച്ചവടം ചെയ്യുന്ന മാർക്കറ്റിൽ ഒരു വൻ ദുരന്തം ഒഴിവായി എന്ന് തന്നെ നമുക്ക് പറയാം. കണ്ണൂർ തുടങ്ങി ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് വരെ ബോംബ് നിർമ്മിക്കപ്പെട്ടവർ അവർക്ക് ഉപേക്ഷിക്കാൻ ഇത് ഇപ്പോൾ ഒരു വേസ്റ്റ് ഡംപിങ്ങിൻ്റെ ഒരു യാർഡ് കൂടിയാണ്. ഇവിടെ ഇത് ആര് കൊണ്ടുവച്ചു എന്നുള്ളത് മറ്റു കാര്യങ്ങളും CCTV ദൃശ്യങ്ങളിലൂടെ മാത്രമേ നമുക്കിനി കണ്ടെത്താനാകൂ. ബോംബ് നിർവീര്യമാക്കുന്നതല്ല, നശിപ്പിക്കാനാണോ അല്ലാതെ ഉപേക്ഷിക്കപ്പെട്ടതാണോ, എവിടെയാണിത് നിർമ്മിച്ചത്, ഇതാരാണ് ഉപേക്ഷിച്ചത്, ഇതൊക്കെ ഇനി നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നമ്മൾ നിൽക്കുന്ന ഇതിന് ഇടതുവശത്ത് ആ കാണുന്ന മൂലയിലാണ് പ്ലാസ്റ്റിക് ബോംബ് കണ്ടെത്തിയത്. ഇവിടെ ഈ ഇടതുവശത്ത് മീൻ കച്ചവടവും വലതുവശത്ത് പച്ചക്കറി കച്ചവടം, തുറന്നപ്പുറത്ത് ഇറച്ചി കച്ചവടം ഒക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഈ മൂലയിൽ നിന്ന് ഈ പ്ലാസ്റ്റിക് ബോംബ് കണ്ടെത്തുന്ന സമയത്ത് ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കാണുന്നതും ഇത് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതും പോലീസ് അധികൃതരെ അറിയിക്കുന്നതും. സാധാരണ ഒരു പതിവ് ദിവസം പോലെ തന്നെ മത്സ്യക്കച്ചവടവും പച്ചക്കറി കച്ചവടവും മാംസക്കച്ചവടവും നടക്കുന്ന സമയത്ത് ഇതിനുള്ളിലേക്ക് സാധാരണ കുട്ടികളെയും കൊണ്ടുവരെ സാധനം മേടിക്കാൻ വരുന്ന കുടുംബമുണ്ട്. അങ്ങനെ കുടുംബം പച്ചക്കറിയും മറ്റു മത്സ്യവും മാംസവും ഒക്കെ വാങ്ങാൻ വരുന്ന ഈ സമയത്താണ് ഇത്തരത്തിലൊരു പ്ലാസ്റ്റിക് ബോംബ് കണ്ടെത്തുന്നതും ഈ ഇത് ബോംബാണോ എന്നുള്ളത് പോലും അറിയാൻ അവർക്ക് പറ്റിയില്ല. അടുത്ത് ഇത് കാണുന്ന കച്ചവടക്കാർ, ഇവിടെ ഇടതുവശത്ത് ഇത് കണ്ട ഒരു കച്ചവടക്കാരി ഇപ്പുറത്ത് ഇരിക്കുന്ന മറ്റൊരു കച്ചവടക്കാരൻ ചേട്ടനോട് പറയുന്നു. അദ്ദേഹം വരുന്നു, അദ്ദേഹം നോക്കുന്ന സമയത്ത് അവർക്ക് സംശയം ഉണ്ടാകുന്നു. തുടർന്ന് കൗൺസിലറെ അറിയിക്കുന്നു. കൗൺസിലർ പോലീസിനെ അറിയിച്ച് ആണ് ഇവിടെ വരുന്നത്. നായയെ കൊണ്ടുവന്ന് പരിശോധിക്കുന്നു. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശാന്തമാണ് എന്ന് നാം കരുതുന്നു എങ്കിലും ഉള്ളിൽ എന്തൊക്കെയോ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരുന്നു. അത് രാഷ്ട്രീയമായിട്ടാണോ അല്ലാതെയാണോ എന്ന് കൂടി ഇതിൻ്റെ മറ്റു വശങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾ തിരക്കേണ്ടി വരും. ഇവിടെ ഇപ്പോൾ CCTV ഉണ്ടോ മറ്റു കാര്യങ്ങളുണ്ടോ എന്നുള്ളതൊന്നും വ്യക്തമല്ല. ഏതായാലും കണ്ണൂർ ബോംബ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. പരക്കെ പോലീസ് അന്വേഷണം നടക്കുന്നു. ഇത്തരത്തിൽ ബോംബ് നിർമ്മാണം നടക്കുന്നുണ്ടോ, ഇത്തരത്തിലുള്ള മറ്റു അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടോ എന്നുള്ള പോലീസ് അന്വേഷണം നടക്കുന്നു എന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ തന്നെയാകാം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ക്രിമിനലുകൾ ഈ തരത്തിലുള്ള ബോംബും മറ്റു കാര്യങ്ങളുമെല്ലാം ഇവിടെ കൊണ്ട് ഉപേക്ഷിച്ചത് എന്നുകൂടി നമ്മൾ ഇതിൽ ചേർത്ത് വായിക്കേണ്ടി വരും. നമ്മൾ കാണുന്ന പോലെ വേസ്റ്റ് ഡംപിങ് എന്ന ഒരു യാർഡോ അല്ലെങ്കിൽ ഒരു മാർക്കറ്റോ മാത്രമല്ല, ഇതൊരു അത്യാവശ്യം വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരിടം കൂടെയാണ്. കൃഷിഭവൻ്റെ ആറ്റിപ്പുറ കൃഷിഭവൻ, തിരുവനന്തപുരം നഗരസഭയുടെ ആറ്റിപ്പുറ കൃഷിഭവൻ്റെ ഒരു ഓഫീസ് കൂടെ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്, ഒരു സർക്കാർ ഓഫീസുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ ക്രിമിനലുകൾക്ക് വളരെ എളുപ്പത്തിൽ ഇത് കൊണ്ടുവച്ച് ക്രിമിനലുകൾ ഒരുപക്ഷെ എളുപ്പത്തിൽ ഇവിടെ കൊണ്ടുവച്ച് കടന്നു കളഞ്ഞതായിരിക്കാം. എന്നാൽ ഈ ഓഫീസ് സമുച്ചയവും ഈ കാണുന്ന വാഹനങ്ങൾ കടന്നു പോകുന്ന നിരത്തും ഒക്കെ ഒരു വേള എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഒരു വൻ ആപത്ത് തന്നെ വിളിച്ച് വരുത്തിയേനെ.